വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ത്രൂ ദ നാച്ചുറൽ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിലൂടെ. അതെങ്ങനെയാ? രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ആയിരിക്കാം, ദൈവവചനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി, അവനിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻസിലൂടെ ആയിരിക്കാം. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം, ദ വേർഡ് ഡിസൈപ്പിൾ, മാത്തറ്റസ് എന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഈസ് എ ലേണർ, പഠിക്കുന്നവൻ എന്നുള്ളൊരർത്ഥമാണ്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുക. നമ്മളൊരു പക്ഷെങ്കിൽ ശുശ്രൂഷയിലൊക്കെ നമുക്ക് പല പദവികളും ടെർമിനോളജീസും ഒക്കെ കിട്ടും. പാസ്റ്റർ എന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നോ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ അനുസരിച്ച് ആൾക്കാരെയൊക്കെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഗ്രാജുവേറ്റ് ചെയ്യാത്തതും പ്രമോഷൻ ഇല്ലാത്തതുമായ ഒരു പദമാണ് ശിഷ്യൻ എന്നുള്ള പദം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു ലേഖനം എന്ന് പറയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്ന ഈ ഒരു റൈറ്റിംഗ് ഈസ് എ വെരി കെയർഫുള്ളി റിട്ടൺ ഡോക്യുമെന്റ്. ഒരു പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ലൂക്കോസ് ഇത് എഴുതുവാൻ വേണ്ടി താൻ ചെയ്ത ഇൻവെസ്റ്റിഗേഷനെ പറ്റി താൻ അവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആക്യുറസി മനസ്സിലാക്കുകയും ഇതിൻ്റെ ആ ഒരു ഇതിനോടുള്ള ബന്ധത്തിൽ താൻ എടുക്കേണ്ടുന്ന എഫേർട്സും, അല്ലെങ്കിൽ പലരെയും കണ്ട് ഇതിൻ്റെ ആക്യുറസിയൊക്കെ നോക്കിയാണ് ഇത് എഴുതിയത്. മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഒരു അക്കൗണ്ടാണ് നമുക്ക് ഈ 24 അധ്യായത്തിൽ ഈ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ്. അവിടെ പാവപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സൊസൈറ്റി സാധാരണമായും അവഗണിക്കുന്ന ആൾക്കാരെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവർക്കൊരു പരിഗണന നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം അത് യോസേഫിന്റെ ഒരു ലെൻസിലൂടെയാണ് കാണിച്ചതെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 1 അധ്യായം 2 അധ്യായത്തിലും ഒക്കെ അതൊരു മേരിയുടെ ഒരു ലെൻസിലൂടെയാണ് ആ ഒരു സ്റ്റോറി കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ലൂക്ക് കൊണ്ടുവരുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ ഇൻസിഡൻ്റ് ആണ് ഈ 24 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കിതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതാണല്ലോ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ശിഷ്യന്മാർ അവനെ വിട്ട് അവരുടെ കംഫർട്ടുകളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു 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 ഹിഡൻ സ്പോട്ട്സിലേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും അവരെ കുറ്റം പറയുവാൻ യഥാർത്ഥമായിട്ടും സാധിക്കത്തില്ല. കാരണം അവർ ചെയ്തത്, അവർക്കന്നുണ്ടായിരുന്ന 3.5 വർഷം തങ്ങളോടൊപ്പമായിരുന്ന, തങ്ങളെ ഫീഡ് ചെയ്ത, തങ്ങളെ വഴി നടത്തിയ കർത്താവായ യേശു ക്രിസ്തുവിനെ റോമാ ഗവൺമെന്റും അതുപോലെ തന്നെ യഹൂദ ഓൾ ദ റിലീജിയസ് ലീഡേഴ്സ് അവർ ഒരുമിച്ച് ചേർന്ന് ക്രൂശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്, ഈ ഒരു അവഗണന, ഈ ഒരു പെർസിക്യൂഷൻ അത് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന എല്ലാവർക്കും വരും ഒരു കൈൻഡ് ഓഫ് റൂമേഴ്സും അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫിയറിൽ ശിഷ്യന്മാർ പോയി ഒരു ഒളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ എൻകറേജ് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു 3 നാൾ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തു പലരുടെയും മുൻപിൽ അപ്പിയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ നമുക്ക് ആദ്യമായിട്ടും അത് മറിയയുടെ മുൻപിൽ കർത്താവായ യേശു ക്രിസ്തു അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസ് ഓഫ് ജീസസ്.
മറിയയുടെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു അപ്പിയർ ചെയ്തു, അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ അപ്പിയർ ചെയ്തു. അങ്ങനെ പലവരുടെയും മുമ്പിൽ പല രീതിയിൽ 40 ദിവസത്തോളം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അനേകരുടെ നടുവിൽ, നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു സമയത്ത് 500 പേരുടെ മുൻപിൽ കർത്താവായ യേശു ക്രിസ്തു വന്നതായിട്ട്, അല്ലെങ്കിൽ ദ പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അക്കൗണ്ട്, അതിൻ്റെ പ്രത്യേകത, 2 ശിഷ്യന്മാർ എമൗസിലേക്ക് നടന്നു പോവുകയാണ്. അവർക്കുണ്ടായിരുന്ന ചോദ്യങ്ങളും അവർക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻസും അവർക്കുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻസും അവർക്കുണ്ടായിരുന്ന പല രീതിയിലുള്ള ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് അവർ തിരിച്ച് അവരുടെ പട്ടണത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം, ഈ ഒരു അക്കൗണ്ട് ലൂക്കോസിന്റെ സുവിശേഷകൻ എഴുതുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ യാത്രയെ സംബന്ധിച്ചിടത്തോളമാണ്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടതിന്റെ ഒരു വലിയ പ്രത്യേകത, ശിഷ്യത്വം എങ്ങനെയാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് കാണിക്കുന്നത് എന്ന് ലൂക്ക് കാണിക്കുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. പ്രത്യേകിച്ച് 9-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു യാത്ര അവിടെ ആരംഭിക്കുന്നുണ്ട്. ആദ്യത്തെ ലേഖനങ്ങളിലൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഗലീലിയയിലാണ് കൂടുതലായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഗലീലയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ 9-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ജെറുസലേമിലേക്ക് നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതൊരു ലോങ് ജേണിയാണ്. 9-ാം അധ്യായത്തിൽ തുടങ്ങുന്ന ഗലീലയിൽ നിന്നുള്ള ഈ യാത്ര 19-ാം അധ്യായത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൽ എത്തുകയും താൻ എന്തിനാണ് അവിടെ എത്തിയത് അത് ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ലൂക്ക് വരച്ച് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവർത്തികൾക്കും അതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻസിനുമൊക്കെ ഒരു വലിയ, യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ആദ്യത്തെ ഭാഗത്തിലാണ് ലൂക്കോസിന്റെ സുവിശേഷകൻ കാണിക്കുന്നത്. പിന്നീട് 9-ാം അധ്യായം മുതൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തെ പറ്റിയും താൻ വിട്ടുപോവുകയാണെന്നുള്ള സത്യവും അതുപോലെ തന്നെ ശിഷ്യന്മാർ എങ്ങനെ ആയിത്തീരണമെന്നുള്ള സത്യവും ദൈവജനമായ തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ കൂടെ നടക്കുന്നവരോടും വരച്ചു കാണിക്കുന്ന ഒരു ലേഖനമാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ദ ഡിസൈപ്പിൾഷിപ്പ് ആസ് എ ജേർണി, ശിഷ്യന്മാർ ഒരു യാത്രയിലാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പിക്ചർ വരുന്നത്. ഇതാ എമൗസിലേക്ക് നടന്നു പോകുന്ന ശിഷ്യന്മാരെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സ്റ്റോറി, ഈ ഒരു ഇൻസിഡന്റ് നമ്മുടെ ജീവിതത്തിലും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻസ് ആണ്. വി ആർ ഓൾ വാക്കിംഗ് ദിസ് പാത്ത് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. നമ്മളും ഈ ഒരു യാത്ര, ശിഷ്യത്വം എന്നുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ജീവിതത്തിലുള്ള കൺഫ്യൂഷൻസും നമ്മുടെ ജീവിതത്തിലുള്ള അനേക വിധത്തിലുള്ള ചലഞ്ചസും എപ്പോഴും ഒരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവിടെയാണ് ഇങ്ങനത്തെ ഒരു പാസേജിന്റെ റെലവൻസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, എപ്പോഴും ഒരു വീക്ക് ബിലീവർ ആകുന്ന ഒരു സാഹചര്യം സഭകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് പലരും ഉള്ളത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് തന്നെ അറിയാം. ദ റിയാലിറ്റി ഓഫ് ഹൂ വി ആർ. ചിലപ്പോൾ നമ്മളെ തന്നെ മറ്റുള്ളവരൊക്കെ കാണുമ്പം നമ്മൾ ഒരു ശക്തനായ വ്യക്തിയാണെന്നൊക്കെ പറയുന്നെങ്കിലും when we look into the depth of who we are, നമ്മൾ ആരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് യഥാർത്ഥമായിട്ടും ചിന്തിക്കുകയും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ വിചാരിച്ച അത്ര ശക്തന്മാരൊന്നുമല്ല. നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്ന അത്രയും ഉള്ളൊരു ക്യാരക്ടർ ഒന്നുമല്ല നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളവും അത് തന്നെയായിരുന്നു ഒരു കാര്യം. നമുക്ക് ആദ്യത്തെ 4 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിച്ച് സഹായിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്നു 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു.
അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. താങ്ക് യു. ഇവിടെ നമ്മൾ കാണുന്ന ഈ വാക്യങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു യഥാർത്ഥമായ, അല്ലെങ്കിൽ ദ പ്രോബ്ലം ഈസ് ക്ലിയർലി സ്റ്റേറ്റഡ് ഹിയർ. ഇവിടുത്തെ ഒരു പ്രശ്നം, അവർക്കിത് മനസ്സിലാക്കാത്തക്കവണ്ണം, അല്ലെങ്കിൽ അവർക്കിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഒരു ബ്ലൈൻഡ്നെസ് ഇവരെ ഓവർ ഷാഡോ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതാ 2 ശിഷ്യന്മാര് യെരുശലേമിൽ നിന്ന് അവരുടെ എമൗസിലേക്ക് കടന്നു പോകുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അവർ അന്യോന്യം സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതിന്റെ മധ്യത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു അവിടെ കടന്നു വരികയും ആൻഡ് ഹീ വാക്ക്ഡ് വിത്ത് ദെം, അവരോടൊപ്പം നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ, 9-ാം അധ്യായം മുതൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടന്നൊരു ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. അവരെ പഠിപ്പിച്ച്, അവരെ വഴി നടത്തി, അവരെ കറക്റ്റ് ചെയ്ത്, അവരെ റെബ്യൂക്ക് ചെയ്ത്, അവർക്ക് ഫുഡ് കൊടുത്ത്, അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി കൊടുത്ത് അവരെ വഴി നടത്തുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. ഇതാ 24-ാം അധ്യായത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന, എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾ വിചാരിച്ചു ഇങ്ങനൊരു മശിഹ ഉണ്ട്, ഇങ്ങനൊരു വ്യക്തിയുണ്ട്, കർത്താവ് യേശു ക്രിസ്തു വളരെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന ക്രിസ്തു, നമ്മൾ പ്രതീക്ഷിച്ച ഒരു ക്രിസ്തു അല്ലാത്ത ഒരാളാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന യാത്രയുടെ മധ്യത്തിൽ ഇതാ കർത്താവ് യേശു ക്രിസ്തു അവരോടൊപ്പം നടക്കുന്നു. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ഇതാരാണെന്നുള്ളത്. ശിഷ്യത്വത്തിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം, ദ വേർഡ് ഡിസൈപ്പിൾ, മാത്തറ്റസ് എന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഈസ് എ ലേണർ, പഠിക്കുന്നവൻ എന്നുള്ളൊരു അർത്ഥമാണ്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുക. നമ്മളൊരു പക്ഷെങ്കിൽ ശുശ്രൂഷയിലൊക്കെ നമുക്ക് പല പദവികളും ടെർമിനോളജീസും ഒക്കെ കിട്ടും. പാസ്റ്റർ എന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നോ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ അനുസരിച്ച് ആൾക്കാരെയൊക്കെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഗ്രാജുവേറ്റ് ചെയ്യാത്തതും പ്രൊമോഷൻ ഇല്ലാത്തതുമായ ഒരു പദമാണ് ശിഷ്യൻ എന്നുള്ള പദം. The disciple will never change the status. കാരണം നമ്മൾ ശുശ്രൂഷയിൽ ആരായാലും, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ദൈവരാജ്യത്തിന് മഹത്വത്തിനായിട്ട് ശുശ്രൂഷ ചെയ്താലും, the status that doesn't change from us is the status of being a learner of God. ദൈവത്തെ മനസ്സിലാക്കുവാൻ, അവനെ അറിയുവാൻ കൂടുതലായിട്ടും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു അവരോടൊപ്പം നടക്കുന്നു. ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഇസ് ദിസ്. നമ്മളോടൊപ്പം നമ്മുടെ കൺഫ്യൂഷനുകളിലും, നമ്മൾക്ക് പോലും മനസ്സിലാകാത്ത നമ്മളുടെ ചലഞ്ചസുകളിലും, നമ്മളുടെ ക്വസ്റ്റ്യൻസുകളും, നമ്മളുടെ ലൈഫ് ചലഞ്ചസുകളും ഒക്കെ നമ്മളോടൊപ്പം നടക്കുന്ന ഒരു ക്രിസ്തുവിനെ ഇവിടെ കാണുന്നു. പക്ഷെ ഇവിടെ പ്രോബ്ലം വരുന്നത്, they are not recognizing who is with them. ഇതിന് ചില വാക്കുകളുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ട്രാൻസ്ലേഷനുകളിലും, അതുപോലെ തന്നെ ഈ ഒരു വാക്കിൻ്റെ ചില ബൈബിളിലെ പദങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ ഒരു തെറ്റിദ്ധാരണയിലേക്കൊക്കെ നടത്തുവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇവിടെയും എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഇവർക്ക് they are not understanding the reality of what is happening. യഥാർത്ഥമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു പശ്ചാത്തലം അവർക്ക് മനസ്സിലാകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തിരുവെഴുത്തുകളുടെ ഫുൾഫിൽമെന്റ് ആയിട്ടാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പഴയ നിയമത്തിൽ ഇതാ ഒരു മശിഹ കടന്നു വരുന്നുവെന്ന് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ് ടു സെൻഡ് എ സൺ. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പാപം ചെയ്ത അടിമത്തത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഗ്ലോറി, മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യനെ നോക്കി ദൈവം നൽകിയ ഒരു വാഗ്ദത്തമാണ്, സ്ത്രീയുടെ സന്തതി പിശാചിന്റെ, അല്ലെങ്കിൽ ദ ഹെഡ് ഓഫ് ദ സെർപ്പന്റ് വിൽ ബി ക്രഷ്ഡ് ബൈ ദ സീഡ് ഓഫ് ദ വിമൻ. ഈ ഒരു വാഗ്ദത്തം, ഈ ഒരു പ്രോമിസ് പിന്നീടുണ്ടാകുന്ന എല്ലാ മക്കളിലേക്ക് നോക്കി അവർ ചിന്തിക്കും, ഇതാണോ മശിഹ? തുടർമാനമായിട്ടും പഴയ നിയമ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ, ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, അബ്രഹാമിന്റെ വിളിയിലൂടെ, പിന്നീട് ആ പേട്രിയാക്സിന്റെ ഓരോരുത്തരുടെയും വിളികളിലൂടെ, ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യത്തെ വിളിച്ച് വേർതിരിച്ചതിലൂടെ, പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും വിളിച്ചു വേർതിരിച്ചതിലൂടെ, പ്രവാചകന്മാരെ വിളിച്ചു വേർതിരിച്ചതിലൂടെ, തൻ്റെ ജനത്തെ എന്തിനു വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്?
ഇതാ ഒരു മശിഹ കടന്നു വരുന്നു. The Messiah is going to come. ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നിന്റെ സിംഹാസനം ഒരിക്കലും മാറിപ്പോകുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? ദാവീദിന്റെ സിംഹാസനം നമുക്കറിയാവുന്ന കാര്യമാണ്. ബാബിലോണിലെ രാജാക്കന്മാര് വന്ന് ആദ്യം അസീരിയൻസ് വന്ന് ഇനിഷ്യലി ഉണ്ടായിരുന്ന 10 ട്രൈബ്സിനെ കൊണ്ടുപോയി. അതിനുശേഷം ഇതാ 2 ട്രൈബ്സ് ആയിട്ടിരുന്ന അവരെയും ബാബിലോണിയൻ കിങ്ഡം വന്ന് കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ദാവീദിന്റെ ത്രോൺ എന്ന് പറഞ്ഞൊരു ത്രോൺ പിന്നെ നമുക്ക് കാണുന്നില്ല. പക്ഷെ അവിടാണ് കർത്താവായ യേശുക്രിസ്തു വന്ന് ഒരു രാജാവായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആൻഡ് ഹി ഇൻവൈറ്റഡ് പീപ്പിൾ ഇൻ ടു ഹിസ് കിങ്ഡം. അപ്പോൾ തിരുവെഴുത്തുകളെ മനസ്സിലാക്കാത്ത സ്ക്രിപ്ചർ അവരുടെ മുമ്പിലുണ്ട്, പഴയ നിയമ താളുകൾ അവരുടെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ ഈ പ്രോമിസസ് ഒക്കെ അവരുടെ മുമ്പിലുണ്ട്. ബട്ട് ദേ ആർ നോട്ട് റെക്കഗ്നൈസിങ്. നമ്മുടെ ഒരു ഭാഷയെ പറഞ്ഞ ഒരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ആയിട്ട് ഇവർ മൂടപ്പെട്ടിരിക്കുകയാണ്. ഒരു കണ്ണ് കാണാത്തതുപോലെ കാണാം, എന്നാൽ മനസ്സിലാകാതെ ഇരിക്കുന്നത് പോലെ ഉള്ളൊരവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു ലിവ്ഡ് ഡിസപ്പോയിൻമെന്റ് ആയിട്ട് അവരുടെ ലൈഫ് മാറുകയാണ്. എന്തുകൊണ്ടാ? ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോമിസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ഇൻ ജീസസ്. ദേ ന്യൂ ദ ഫാക്ട്സ് അബൌട്ട് ജീസസ്. യേശുവിനെ പറ്റി, അവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ന്യൂസ് പേപ്പർ പോലെ റിപ്പോർട്ട് അവർക്കറിയാം. പക്ഷെ ഇതാരാണ് എന്നറിയാത്ത ഒരവസ്ഥ. ദൈവമക്കളെ, നമുക്കും പല ഫാക്ച്വൽ ഡേറ്റാസ് കർത്താവിനെ പറ്റി പറയുവാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസസുകൾ പറയുവാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് ദൈവം നമ്മളെ നടത്തിയ വഴികളെ പറ്റിയൊക്കെ പറയുവാനുണ്ടായിരിക്കാം. പക്ഷേ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഇസ് എ ലിവ്ഡ് എക്സ്പീരിയൻസ്. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ജീവിതത്തെ പറ്റി മാത്രമല്ല. ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഇന്ന് നാം എപ്രകാരമാണ് കർത്താവിനോടൊപ്പം നടക്കുന്നത് എന്നുള്ളൊരു കാര്യവും. കാരണം ഒരു പക്ഷെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ടൊക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിലായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഹൗ ആർ വി വിത്ത് ദ ലോർഡ് ടുഡേ? ഇന്ന് നാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ശിഷ്യത്വത്തിന്റെ പാതയിൽ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ അനിവാര്യമാണ്. ഈ ശിഷ്യന്മാർ നടക്കുകയാണ്, കർത്താവിനോടൊപ്പമാണ് നടക്കുന്നത്, പക്ഷെ അവൻ ആരാണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥ. നമുക്കറിയാം, ഇന്നും പലരും ദൈവവചനത്തെയൊക്കെ മനസ്സിലാകാതെയാണ് നടക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റുമുള്ള പല വ്യക്തികളും പല പ്രീച്ചേഴ്സും പല രീതിയിലുള്ള കൾട്ടിക്കായിട്ടൊക്കെയുള്ള ഉപദേശങ്ങളും ഒക്കെ എങ്ങനെയാണ് സഭകളിലേക്ക് കടന്നു വരുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്. അവർക്ക് കാണാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളൊക്കെ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മൂടപ്പെട്ടിരിക്കുന്നത്? ദേ ഹാഡ് ദെയർ ഓൺ എക്സ്പെക്ടേഷൻസ്. നമുക്ക് അടുത്ത വാക്യങ്ങളൊന്ന് വായിക്കാമോ? 17 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് അവൻ അവരോട് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസറനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളെയും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. താങ്ക് യു. എന്താണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്? അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ദേ ഹാഡ് ആൻ എക്സ്പെക്റ്റഡ് ഹോപ്പ്. പക്ഷെ അതിന്റെ പ്രോബ്ലം, അവര് പ്രതീക്ഷിച്ചതുപോലല്ല ഇത് നടന്നത് എന്നുള്ളൊരു പ്രോബ്ലമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു that they knew a lot of things, പക്ഷേ they are not able to see Jesus. ഒരു ബ്ലൈൻഡ്നെസ്സിനാൽ മൂടപ്പെട്ട ഒരവസ്ഥ, ഒരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ആയിട്ട് കാണുന്നു, ഒരു ആത്മീയ കണ്ണാൽ കാണാത്ത ഒരു റിയാലിറ്റി. രണ്ടാമതായിട്ടും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, അവർക്കൊരു ഫുൾഫിൽമെന്റ് ഇങ്ങനെ ആകണമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നത് മറ്റൊരു രീതിയിലായിരുന്നു. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു ഒരു രാജാവായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്.
പക്ഷെ ആ രാജാവായിട്ട് വന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുന്നവർ കാണുന്നത് ഒരു കിങ് ആയിട്ടൊന്നുമല്ല. തന്നെ ഒരു കാർപ്പൻ്ററിന്റെ മകനായിട്ടും അതുപോലെ തന്നെ മറിയുടെ മകനായിട്ടും തൻ്റെ സഹോദരങ്ങളുടെ ഒരു സഹോദരനായിട്ടുമൊക്കെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ലോകം കണ്ടത്. അതിനുശേഷം ശിഷ്യന്മാരോടൊപ്പം കർത്താവ് യേശു ക്രിസ്തു വചനവും ഒക്കെ പഠിപ്പിച്ച് കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ പോലും ദേ ഹാഡ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹു ക്രൈസ്റ്റ് ഇസ്. ഇത് നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ എമൗസിലേക്കുള്ള ശിഷ്യന്മാർക്ക് മാത്രമേ ഇതുള്ളൂ എന്ന്. മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് താൻ ആരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താൻ എന്തിനു വേണ്ടിയാണ് കടന്നു വന്നത് എന്ന് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമായിട്ടും ജീസസ് ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ ഹു ആം ഐ, ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് പത്രോസ് വളരെ വ്യക്തമായിട്ടും നീ മശിഹായാണ്, നീ ക്രിസ്തുവാണ് എന്നുള്ളൊരു സത്യം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെങ്കിൽ എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിനക്കിത് നൽകിയത് സാധാരണ ആൾക്കാരൊന്നുമല്ല, ദിസ് കംസ് ഫ്രം ദ ഹെവൻലി അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്, പക്ഷെ എന്തിനു വേണ്ടിയാണ് താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? ദാറ്റ് ഹി വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ ഹാൻഡ്സ് ഓഫ് മെൻ. തന്നെ മനുഷ്യപുത്രനെ ഈ ലോകത്തിലുള്ളവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുവാൻ പോവുകയാണ്. അതിനുശേഷം എന്താണ്? ഹി വിൽ ബി ക്രൂസിഫൈഡ്, തന്നെ ഒരു യാഗമാക്കി അർപ്പിക്കുവാൻ പോവുകയാണ്. പക്ഷെ അവിടെ തീരുന്നില്ല, അവിടെ പറയുന്നുണ്ട് അതിനുശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ശിഷ്യന്മാരങ്ങോട്ട് മാറ്റി നിർത്തി കർത്താവിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കി. ബിക്കോസ് എന്താ പ്രോബ്ലം? ബിക്കോസ് അവരുടെ ഡ്രീംസും അവരുടെ പാഷൻസും അവരുടെ പ്രഡിക്ഷൻസും അവർക്കുണ്ടായിരുന്ന ഒരു എക്സ്പെക്ടേഷനും ഈ കർത്താവായ യേശുക്രിസ്തു ആരാണെന്നുള്ള എക്സ്പെക്ടേഷനിൽ മറ്റൊന്നായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, on one side the human expectations from God, and the other side the will of God that will prevail over all the human expectations. ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യന് ദൈവത്തിൽ നിന്ന് എന്തൊക്കെ വേണം എന്നുള്ളൊരു കാര്യം. കാരണം അപ്പത്തെ വിഭജിച്ചു കൊടുക്കുന്ന കർത്താവിനെ ആർക്കാ വേണ്ടാത്തെ? എല്ലാ ദിവസവും നല്ല ഭക്ഷണമൊക്കെ കിട്ടി വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ ജീവിക്കുകയാണെങ്കിൽ ആർക്കാണ് അത് താല്പര്യമില്ലാത്തത്? പക്ഷെങ്കിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഉദ്ദേശിച്ചത് ഈ അപ്പം കൊണ്ട് മാത്രം മനുഷ്യർ ജീവിക്കുക എന്നുള്ളൊരു കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് മാത്രം ജീവിക്കൂ എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയിരുന്നത് തന്നെ ഭക്ഷിക്കുന്ന ഒരാൾക്കാരെ ആയിരുന്നു. അതാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അപ്പം കഴിക്കാൻ അനേക ആൾക്കാരുണ്ട്, പക്ഷേ അപ്പം കഴിച്ചതിന് ശേഷം തന്നെ ആരാധിക്കുവാനും തന്നെ രാജാവാക്കുവാനും തനിക്ക് വേണ്ടി ഒരു കരയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ വരുവാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സത്യം, കർത്താവ് യേശുക്രിസ്തു യഥാർത്ഥമായിട്ടും താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. അല്ലെങ്കിൽ നമ്മളൊരു ജോക്കായിട്ടൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഇന്ന് ഈറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ 2-ാമത്തെ ഭാഗത്തിലോട്ട് വരുമ്പോൾ താൻ പറയും, നിങ്ങളെല്ലാം വന്നിരിക്കുന്നത് വളരെ നല്ലതാ, പക്ഷെ ഇന്ന് നമുക്ക് ഈറ്റിംഗ് ഇല്ല, ഇന്ന് നമുക്ക് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്താണ് താൻ ആ നിത്യജീവന്റെ മൊഴികൾ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഈ നിത്യജീവന്റെ സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം കർത്താവായ യേശുക്രിസ്തു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് തൻ്റെ ശിഷ്യന്മാർ മാത്രമാണ്. എന്നിട്ട് കർത്താവ് അവരോടും പറയുകയാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. പക്ഷെ അവർ പറയുന്നൊരു സത്യമുണ്ട്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. എക്സ്പെക്ടേഷൻ. ക്രൗഡ് എക്സ്പെക്ട്സ് സൂപ്പർ നാച്ചുറൽസ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കടന്നു വന്നത്. അവരോടൊന്ന് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ്, ഹൗ ഡിഡ് യു കം? അവർക്കൊക്കെ പല വേർഷൻസ് ഓഫ് അവരെങ്ങനെയാണ് ഒരു ബൈബിൾ കോളേജിൽ എത്തിച്ചേർന്നത് എന്നുള്ള പല വേർഷൻസ് ഓഫ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അതിൽ പലതും ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടേഴ്സാണ്. അവർക്കൊരു വിഷൻ കിട്ടി, ഒരാള് അവരെ അറിയാത്ത ഒരാൾ അവരുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്യൂട്ടിഫുൾ. ഞാൻ അവരോട് പറഞ്ഞു, ഈ
സൂപ്പർ നാച്ചുറൽ ഒക്കെ ഇറ്റ് ഹാപ്പൻസ് മേ ബി വൺസ് ഇൻ യുവർ ലൈഫ് ടൈം ഓർ ട്വൈസ് ഇൻ യുവർ ലൈഫ് ടൈം. പക്ഷെ ദൈവം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ത്രൂ ദ നാച്ചുറൽ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിലൂടെ. അതെങ്ങനാ? രാവിലെ എഴുന്നേറ്റ് ചിലപ്പം പ്രാർത്ഥിക്കുന്നതിലൂടെ ആയിരിക്കാം, ദൈവവചനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി, അവനിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ ഡിസിപ്ലിൻസിലൂടെ ആയിരിക്കാം. അപ്പോൾ എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഈസ് സൂപ്പർ നാച്ചുറൽ. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് പലപ്പോഴും നാച്ചുറൽസിൽ കൂടാണ്. ദ വേ ഹൗ ഗോഡ് വാണ്ട്സ് ടു മേക്ക് us മോർ ലൈക്ക് ഹിം. ഇവിടെയും അതാണ് പ്രശ്നം. അവിടാണല്ലോ അവർ പറയുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവനായിരുന്നു മശിഹ എന്ന്. പക്ഷെ അവരുടെ പ്രതീക്ഷകൾ വാസ് ലിമിറ്റഡ് ടു ദെയർ അണ്ടർസ്റ്റാൻഡിങ്. അവരോർത്തു കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ എങ്ങനെയാണ് സീസറും മറ്റ് റോമ ഗവൺമെന്റിലെ ഒഫീഷ്യൽസും ഒരു രാജാവായിട്ട് ആ പട്ടണം ഭരിക്കുന്നത് പോലെ ഇതാ അവർ പ്രതീക്ഷിച്ചു കർത്താവായ യേശു ക്രിസ്തു ഒരു നാളിൽ ആ ഒരു സിംഹാസനത്തിലേക്ക് കടക്കുമെന്ന്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു കോൺകർ ചെയ്തത് ബ്ലഡ് ഷെഡിലൂടെ അല്ലായിരുന്നു. നീറോയെ പോലോ ഡൊമീഷ്യനെ പോലോ മറ്റെംബറസിനെ പോലെയോ താൻ രാജാവായത് മറ്റുള്ളവരുടെ രക്തം ചീന്തിയല്ല, തന്നെ യാഗമാക്കി അർപ്പിച്ചുകൊണ്ട് താൻ രാജാവായി തീർന്നു. അതാണല്ലോ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ ക്രൈസ്റ്റ് ഹിം ഹു ബീയിങ് ഇൻ ദ വെരി നേച്ചർ ഗോഡ്. കാരണം അതിലും വലിയ പ്രവൃത്തിയൊന്നുമില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തു ഹൂ ഇസ് ഹി? ഹി ഈസ് ഗോഡ്. ബട്ട് എന്ത് ചെയ്തു? he did not consider equality with God, but he took the form of a servant. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് അനേക ഗോഡ് മെൻ ഉള്ള നാട്ടിലാണല്ലോ, അല്ലെ ഗോഡ് വിമൻ ഉള്ള നാട്ടിലാണല്ലോ. എന്ന് വെച്ചാൽ മനുഷ്യർ ദൈവങ്ങളാകുവാൻ നോക്കുന്നൊരു സമയം. പക്ഷെ ഇതാ ദൈവം മനുഷ്യനായ ഒരു റിയാലിറ്റി. Here is God who became a human being. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം, He came and dwelt among us. ആ ദൈവത്തെ കാണിക്കുവാൻ വേണ്ടി, മനുഷ്യന്റെ ഈ ബ്ലൈൻഡ്നെസ് മാറ്റുവാൻ വേണ്ടി ഇതാ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് ഒരു ടെമ്പിളായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്? ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ സൺ. പുത്രനിലൂടെ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് പ്രോബ്ലം? ദ ഹ്യൂമൻ എക്സ്പെക്ടേഷൻ, അവരുടെ ഡ്രീംസും അവരുടെ അംബിഷൻസും അവരുടെ ഹോപ്സും വാസ് ബൈപാസിങ് ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റിവെച്ചിട്ട് അവരുടെ പദ്ധതികളെ എലിവേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം. മക്കളെ, നമ്മളൊക്കെ കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ഉള്ളൊരു കാലഘട്ടത്തിലാണല്ലോ. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഗുഡ് ഇൻ ദാറ്റ് സോർട്ട് ഓഫ് എ ലൈഫ് സ്റ്റൈൽ ദാറ്റ് വി ഹാവ്. വി ആർ ഇൻ എ പ്രോഗ്രസ്ഡ് ഡെവലപ്ഡ് കമ്മ്യൂണിറ്റി. പക്ഷെ നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു സത്യം ഈസ് ടു സ്റ്റിൽ അബൈഡ് ഇൻ ഗോഡ്സ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ദൈവം എങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടുന്ന ഓരോ കാര്യങ്ങൾ, അത് നമ്മുടെ ജോബ് റിലേറ്റഡ് ഡിസിഷൻസിലായിരിക്കാം, നമ്മളുടെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ഡിസിഷൻസിലായിരിക്കാം, നമ്മളുടെ സഭാപരമായ തീരുമാനങ്ങളിലായിരിക്കാം, ഇതിലെല്ലാം ദൈവികമായ ഒരു ചിന്ത, the will of God in every aspect of our life. എന്താണ് ദൈവത്തിന് ഇതിനെ പറ്റിയുള്ള പദ്ധതി? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, പത്രോസിനെ അവിടെ ശാസിച്ചതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു തന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? You do not have the concerns of God, but you have the concerns of man. നിനക്കുള്ളത് ദൈവത്തിന്റെ ചിന്തയല്ല, മനുഷ്യന്റെ ചിന്തയാണ് എന്നുള്ളൊരു കാര്യം. ദൈവമക്കളെ, നമ്മുടെ ഒരു റിയാലിറ്റിയിലേക്ക് വന്നാൽ, ഹൗ മച്ച് ഡു വി നോ? നമ്മൾ വിചാരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നുള്ള ഒരു ചിന്തയാണ്. നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ മാറിപ്പോയാൽ ഒരു പക്ഷേ ഇതൊന്നും എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ദ റിയാലിറ്റി ഈസ്, ഒരു പക്ഷെങ്കിൽ നമ്മൾ പോയാൽ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നെന്ന് വരാം.
ഇന്ന് വിത്ത് ദി അഡ്വാൻസ് ടെക്നോളജീസ് ആൻഡ് AI കമ്മിങ് ഇൻ, നമുക്കറിയാം ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചിലരുമൊക്കെ ഇത് അറിയാവുന്നവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുമൊക്കെ ആയിരിക്കാം. രാവിലെ 6 മണിക്ക് മുമ്പ് കമ്പനി ഇമെയിൽ വരുന്നു, 4000 people are thrown out of Meta or Google or so place, so and so. എന്തുകൊണ്ടാ? കാരണം ഹിയർ ഇസ് എ ടെക്നോളജി ഹു ഇസ് ടേക്കിംഗ് യുവർ പ്ലേസ്. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ എന്തിൽ വെച്ചാലും സംതിങ് ഓർ ദി അതർ, സംവൺ ഓർ ദി അതർ മൈ ടേക്ക് ദാറ്റ് പ്ലേസ്. ദൈവമക്കളെ, നമ്മുടെ അംബിഷൻസും നമ്മുടെ ഡ്രീംസും ഒക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിൽ മാത്രമാണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ കൊളാപ്സ് ഇൻ എനി വേ പോസിബിൾ. നമുക്കറിയാം, നമ്മുടെ പ്രിയ സഹോദരനായ ട്രംപ് ഒന്ന് വിരൽ മാറ്റിയാൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് വരുന്നില്ല. ദ റിയാലിറ്റി ഓഫ് ലൈഫ് ഇസ് ബിയോണ്ട് വാട്ട് വി ക്യാൻ തിങ്ക്. നമ്മൾ വിചാരിക്കുന്നതിലുമൊക്കെ അപ്പുറത്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു റിയലൈസ് ദാറ്റ് വി ആർ മിയർ മോർട്ടൽ ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ ആരാണെങ്കിലും, വാട്ട് എവർ പൊസിഷൻസ് ദാറ്റ് വി ഹാവ്, വി ആർ മിയർ മോർട്ടൽ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് വി എക്സിസ്റ്റ് ഓൺലി ഇൻ ദി ഐഡന്റിറ്റി ഓഫ് ഗോഡ്. നമ്മൾ ആരാണെങ്കിലും നമ്മളായിരിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ ഐഡന്റിറ്റിയിൽ മാത്രമാണ് എന്നുള്ളൊരു സത്യം. they wanted glory. ദൈവമക്കൾക്ക് ഗ്ലോറി വേണം, ബട്ട് they wanted glory without the suffering. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ആ ഗ്ലോറിയിലേക്ക് ദൈവജനത്തെ നടത്തിയത്? ഇറ്റ് വാസ് ത്രൂ ഹിസ് സഫറിങ് ഓൺ ദ ക്രോസ്. താൻ ഗ്ലോറിയിലായത്, താൻ ആ മഹത്വത്തിലായത് തൻ്റെ ക്രൂശ് മരണം നിമിത്തമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമക്കളെ, ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രധാന അവസ്ഥ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദ ജോയ് ആൻഡ് പ്രിവിലേജ് ഓഫ് സഫറിങ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായി തൻ്റെ ആ സഫറിങ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ വേണ്ടി ഉള്ളൊരവസ്ഥ. But thank God he doesn't leave us there. 25 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 25 മുതൽ. അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ എന്താണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്? He does not leave them there. അവർക്കൊരു ഇഗ്നോറൻസ് ഉണ്ട്, അവർക്കൊരു വീക്ക് പോയിന്റ്സ് ഉണ്ട്, അവർക്ക് മനസ്സിലാകാത്ത തിരുവെഴുത്തുകളുണ്ട്. പക്ഷെ ഇതാ കർത്താവായ യേശു ക്രിസ്തു അവർക്കൊരു പേഴ്സണൽ ബൈബിൾ സ്റ്റഡി അങ്ങ് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഹൗ ഫൂളിഷ് യു ആർ. നിങ്ങൾക്കിത് മനസ്സിലാകാത്തവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങൾ എങ്ങനെ വിഡ്ഢികളായി മാറുകയാണ്. ഹൗ ആർ യു സോ ഫൂളിഷ്? എന്തുകൊണ്ടാ? കാരണം പഴയ നിയമ തിരുവെഴുത്തുകൾ സകല പ്രവാചകന്മാരും എന്തിനെ പറ്റിയാ പറഞ്ഞത്? ദാറ്റ് ദ മെസ്സയ ഹാവ് ടു സഫർ ദീസ് തിങ്സ്. മശിഹ ഈ സഫറിങ്ങിലൂടെ ഒക്കെ കടന്നുപോയി. നമുക്കറിയാം, യെശയ്യാവിന്റെ സുവിശേഷത്തിലൊക്കെ റൈറ്റിംഗ്സ്, പ്രോഫറ്റിക് റൈറ്റിംഗ്സ് ഓഫ് ഐസയായിൽ ദ സഫറിങ് സെർവന്റിനെ പറ്റി വരച്ച് കാണിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ആരാണ് ക്രിസ്തു എന്നുള്ളത് യെശയ്യാവിനെ പറ്റി പറയുന്നത് ഫിഫ്ത്ത് ഗോസ്പൽ എന്നാണ്. ബിക്കോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ യാഗത്തെ പറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇലിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റിംഗ് ആണ് പ്രോഫറ്റിക്കൽ റൈറ്റിംഗ്സ്. എന്നിട്ട് താൻ പറയുകയാണ്, എന്തിനെ പറ്റിയാണ് ഈ തിരുവെഴുത്തുകളൊക്കെ പറയുന്നത്? That the Messiah has to suffer and enter the glory. മശിഹ എപ്രകാരമായിരിക്കണം? He will have to go through the cross. The cross was inevitable. ഇത് ഒരു ഓപ്ഷണൽ കാര്യമല്ലായിരുന്നു. ക്രൂശ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ആസ്പെക്റ്റ് ആയിരുന്നു. നമുക്കറിയാം, ഡിട്രോണമിയിൽ വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. Deuteronomy chapter 21 verse 23. Cursed is the one who is hung on a tree. ക്രൂശിൽ തൂണിൽ മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നുള്ള ഒരു സത്യം. പക്ഷെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു സത്യമുണ്ട്. ഇത് കാരണമാണ് താൻ
ക്രിസ്തീയ വിഭാഗത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാരെ പെർസിക്യൂട്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ അത്രയും നാൾ വിചാരിച്ചിരുന്നത് ക്രൂശിൽ കയറിയ ക്രിസ്തുവാണ് ശപിക്കപ്പെട്ടവൻ എന്നുള്ള സത്യമാണ്. പക്ഷേ താൻ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ, ഈ സുവിശേഷത്തിന്റെ സത്യം തനിക്ക് മനസ്സിലായപ്പോൾ താൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ക്രൂശിൽ കയറിയവനല്ല ശപിക്കപ്പെട്ടവൻ, പക്ഷെ നമുക്ക് വേണ്ടി ക്രിസ്തു ശാപമായി മാറി എന്നുള്ളൊരു സത്യം പൗലോസിനോട് മനസ്സിലാകുന്നുണ്ട്. And over here he became the curse for us. The beautiful divine exchange of God. ഇത് ദൈവം അവിടെ ഒരു എക്സ്ചേഞ്ച് പോലെ നമ്മളെ പുത്രത്വത്തിലേക്ക് നടത്തുവാൻ നമ്മളിൽ ഉണ്ടായിരുന്ന ശാപം അവൻ എടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു തന്നോട് പറയുകയാണ്, സകല തിരുവെഴുത്തുകളും ബിഗിനിങ് വിത്ത് മോസസ്, അതായത് നമ്മുടെ തോറ എന്ന് പറയുന്ന പുസ്തകങ്ങൾ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പ്രോഫറ്റിക് റൈറ്റിംഗ്സ്, സകല പ്രവാചക പുസ്തകങ്ങളും, ഇത് സകലവും എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഓൾ ദ സ്ക്രിപ്ചർ ഇസ് ടോക്കിംഗ് അബൌട്ട് ക്രൈസ്റ്റ്. തന്നെ പറ്റിയാണല്ലോ പറയുന്നത് എന്നുള്ളൊരു സത്യം. ഹി വാസ് ഓപ്പണിംഗ് ദിസ് റിയാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദം. ക്രൈസ്റ്റ് ഈസ് റിവീലിംഗ് ദ ട്രൂത്ത് ടു ദ പീപ്പിൾ. ദൈവമക്കളെ, ഈ കൾച്ചർ നമ്മളേക്കൊരു ട്രൂത്ത് കൊണ്ടുവരാനൊക്കെ നോക്കും. ദ കൾച്ചർ ആൻഡ് പീപ്പിൾ അറൗണ്ട്, നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇതാണ് സത്യം, ഇങ്ങനെ ആയിരിക്കണം സത്യം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വേൾഡിലൊക്കെ സത്യങ്ങളുടെ പല പല ആംഗിൾസും വേർഷൻസും ഒക്കെയാണല്ലോ വരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ the reality of truth is that it originates only from Christ. ക്രിസ്തുവിലുള്ളവനാണ് സത്യം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതിനുശേഷം തങ്ങളുടെ ജീവിതത്തിലേക്കൊരു ചേഞ്ച് വരികയാണ്. 28 മുതൽ 78 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നുവല്ലോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ഷിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയാതായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്? 28 മുതൽ വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളെ അവരുടെ മുമ്പിലേക്ക് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടും എങ്ങനെയാണ് തിരുവെഴുത്തുകളെ എക്സ്പോസ് ചെയ്യേണ്ടത്, അതിനെ പ്രസംഗിക്കേണ്ടുന്നത്, അതിനെ പഠിപ്പിക്കേണ്ടത് എന്ന് യഥാർത്ഥമായിട്ടും കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം തുറന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു അവരുടെ നടുവിൽ നിന്ന് അവരുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് അവരുടെ നടുവിലേക്ക് ഒരു പാസ് ഓവറിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുകയാണ് ഇവിടെ. ഇതാ കർത്താവ് യേശുക്രിസ്തു അവിടെ ഇരിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരായ, അല്ലെങ്കിൽ ഈ എമൗസിലേക്കുള്ള ഈ ശിഷ്യന്മാരും അവിടെ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. താൻ അപ്പം എടുത്ത് നുറുക്കിയ ഒരു സന്ദർഭം, ഇതൊരു കമ്മ്യൂണിറ്റി ഡിന്നർ പോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെ ഒരു വലിയ ഒരു ഫാൻസിഫുൾ രീതിയിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. പക്ഷെ ഇറ്റ് ഈസ് മിയർലി ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ഇതാ കർത്താവ് യേശുക്രിസ്തു ഇരിക്കുന്നു, തൻ്റെ അപ്പുറത്ത് ഈ ശിഷ്യന്മാർ ഇരിക്കുന്ന ഒരു പിക്ചർ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ താൻ ഇതെടുത്തപ്പോൾ ഈ ഓർഡിനറി സിറ്റുവേഷൻ ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനായി മാറുകയാണ്. അല്ലെങ്കിൽ അവരുടെ അകം, അവരുടെ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് മാറിയിട്ട് ഇതാരാണ് യഥാർത്ഥമായിട്ടും തങ്ങളുടെ ചുറ്റും ഇരിക്കുന്നത് എന്ന്
തങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. He gave thanks. 30-ാം വാക്യം. When he was at the table with them, താനോട് കൂടെ അവരിയ്ക്കുമ്പോൾ, he took the bread, gave thanks, broke it and began to give it to them. And then their eyes were opened. ഈ ഒരു സീക്വൻസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. It shows the communion with the Lord. See, information is very good. ആദ്യത്തെ പാട്ടിൽ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് നൽകേണ്ടുന്ന ആലോചനകൾ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തിരുവെഴുത്തുകളെ പറ്റിയും പ്രവചന പുസ്തകങ്ങളെ പറ്റിയും മോശയുടെ ന്യായപ്രമാണത്തെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് ഇത് കാരണമാണല്ലോ, ആൻഡ് ദ ഫുൾഫിൽമെന്റ് ഇസ് ക്രൈസ്റ്റ് എന്നുള്ള റിയാലിറ്റി അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ അവിടെ വിട്ടിട്ട് അവരെ പോയില്ല. അതിനുശേഷം അവരോടൊപ്പം dined with them on the table. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ക്രിസ്തു, അവരോടൊപ്പം കമ്മ്യൂണിയലും ഫെലോഷിപ്പിലും റിലേഷൻഷിപ്പിലും ആയിരിക്കുന്ന ഒരു ക്രിസ്തു അപ്പം നുറുക്കിയപ്പോൾ അവരോടൊപ്പം ക്രിസ്തു ഇരുന്ന് ആ റിയാലിറ്റി മനസ്സിലാക്കിയപ്പോൾ their eyes were opened and they recognized him. ഈ ഒരു കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 16-ാം വാക്യത്തിൽ they were kept from recognizing him. അവർക്കിത് മനസ്സിലാകാതെ അവരുടെ ഹൃദയത്തിൽ ആന്തരികത്തിൽ ഒരു ബ്ലൈൻഡ്നെസ് ബാധിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പം നുറുക്കിയ ശേഷം their hearts were opened and they recognized him. ആ മനസ്സിലാകാത്ത അവസ്ഥയിൽ നിന്ന് ഹൂ ഹി ഈസ് എന്നുള്ളൊരു റിയൽ പിക്ചർ അവർക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചത്? വേഴ്സ് 32 വായിക്കാമോ? 32-ാം വാക്യം. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. തിരുവെഴുത്തുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആ ഒരു ആത്മാവിന്റെ തീ കത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവമക്കളെ, the power of God's word is not in the way how it is done or അതിൻ്റെ ഫാൻസിഫുൾ വേർഡ്സിലൊന്നുമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദകോലാഹങ്ങളിലൊന്നുമല്ല ദൈവവചനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് there are different ways of preaching. ഒരു പക്ഷെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാം, അല്ലെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നമുക്ക് there are people in different ways you can preach. പക്ഷെ നമ്മളുടെ ഫാൻസിഫുൾ ഒറേഷനിലൊന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ വചനം യഥാർത്ഥമായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് ബ്രേക്സ് ആ ഹാർട്ട്. ആ ആത്മാവിന്റെ തീ നമ്മുടെ ഹൃദയത്തിൽ കത്തുകയാണ്. അത് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ ഇതൊക്കെ റിയാലിറ്റി ആയിട്ട് നമ്മളുടെ ഹൃദയത്തിലാണ് ആ തീ കത്തേണ്ടുന്നത്. ഇന്ന് അനേക ഫേക്ക് ഫയറുകളുടെ ഒക്കെ കാലമാണ്, അല്ലേ? എക്സ്റ്റേണലി പ്രത്യേകിച്ച് നമുക്ക് നല്ല കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, കുറെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് വെരി ഈസി ടു ക്രിയേറ്റ് എ പ്രസൻസ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫേക്ക് പ്രസൻസ് ഒക്കെ ഉണ്ടാക്കാം. കുറച്ച് സ്മോക്ക് ഒക്കെ അവിടെ കൂടെ ഒക്കെ വിട്ട്, അതൊന്നും തെറ്റൊന്നുമല്ല, നല്ല കാര്യമാണ്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ പ്രോബ്ലം ഇസ്, ഇതൊക്കെ ഒരു ഫേക്ക് പ്രസൻസ് പലപ്പോഴും കൊണ്ടുവരാൻ സാധിക്കും. യഥാർത്ഥമായിട്ടും ആത്മാവിൽ ഒരുത്തൻ തീ കത്തണമെങ്കിൽ അത് ഇറ്റ് ഈസ് when they have the communion with God, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലും ദൈവവചനം യഥാർത്ഥമായിട്ടും സംസാരിക്കുമ്പോൾ, മനസ്സിലാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു തീ പിടിക്കും. മറ്റേ തീയൊക്കെ ഇച്ചിരി വെള്ളം വീണാൽ കെട്ടുപോകും, ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വന്നാൽ അങ്ങ് മാറിപ്പോവും. പക്ഷെ യഥാർത്ഥമായിട്ടും ഹൃദയത്തിൽ ആ ആത്മാവിന്റെ തീ വരികയാണെങ്കിൽ വാട്ട് എവർ കംസ് അറൗണ്ട് us, എന്ത് നമ്മുടെ ചുറ്റും വന്നാലും. എന്തുകൊണ്ടാണ് ഈ ആദിമ നൂറ്റാണ്ടിലെ ശുശ്രൂഷകന്മാരും ആദിമ നൂറ്റാണ്ടിലെ ദൈവമക്കളും ഒക്കെ ഇത്രയും പെർസിക്യൂഷൻസും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടും കർത്താവിനെ വിട്ടുപോകാതെ നിന്നു? കാരണം പുറത്ത് ഫയർ ഒന്നും ഇല്ലെങ്കിലും അകം മുഴുവൻ കർത്താവിന് വേണ്ടി കത്തുന്ന ഒരു ജീവിതമായിരുന്നു. മക്കളെ, ഞാൻ ചോദിക്കട്ടെ, ആർ വി ബേണിംഗ് ഫോർ ക്രൈസ്റ്റ് ഇൻ അവർ ഹാർട്ട്സ്? നമ്മുടെ ജീവൻ ഒരു എരിയുന്ന തീയാഗമായി കർത്താവിന് വേണ്ടി അർപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെട്ട ഒരു ജീവിതമാണോ എന്നൊരു ചോദ്യം.
wherever we are. നമ്മുടെ കോർപ്പറേറ്റ് ലൈഫ്, നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ എത്തിക്കൽ മാറ്റേഴ്സ്, അത് ഈ ആന്തരികമായുള്ള തീയുടെ ഒരു റിഫ്ലക്ഷൻ ആണോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ് ദൈവമക്കളെ ഇത്. ബിക്കോസ് ക്രൈസ്റ്റ് വിൽ ചേഞ്ച് us. ഹി ഈസ് ട്രാൻസ്ഫോമിങ് us. ഇതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യം എന്താ അറിയാമോ? പിന്നീട് ഈ ശിഷ്യന്മാർ തന്നെ തിരിച്ചങ്ങ് യെരുശലേമിലേക്ക് പോവുകയാണ്. ഫ്രം വേർ ദേ കെയിം, അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാ പറ്റത്തില്ല, വി ഹാവ് ടു ഗോ ടു ജെറുസലേം. എന്നിട്ട് അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുകയാണ്. ഇതിനെയാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 1-8 കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുവനിലേക്ക് വരുമ്പോൾ ഹി ഈസ് ബിക്കമിങ് എ വിറ്റ്നസ്. താൻ ഒരു സാക്ഷികളായി മാറുകയാണ്. ഈ സാക്ഷികൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ബൈബിൾ കോളേജിൽ വരുന്നതും ഒന്നുമല്ല, നമ്മുടെയൊക്കെ റിയൽ ലൈഫാണ്. What we are, where we are a witness of Christ. ഇന്നെന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ? 3 കാര്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കും. ഒന്നാമതായിട്ടും, റീഇന്റർപ്രറ്റ് യുവർ ലൈഫ് ത്രൂ ക്രൈസ്റ്റ് ആൻഡ് സ്ക്രിപ്ചർ. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവും ദൈവവചനവുമായിട്ടും നമ്മൾ ഒന്നുകൂടെ റീഇന്റർപ്രറ്റ് ചെയ്യണം. എവിടാണ് നമ്മൾക്കൊരു ബ്ലൈൻഡ്നെസ് ഒക്കെ ഉള്ളത്? എവിടാണ് നമ്മൾ ഈ വർഷങ്ങളോട് അനുബന്ധിച്ച് ഇതിൽ നടക്കുമ്പോൾ എവിടാണ് ചില ഉഴപ്പൊക്കെ നമുക്ക് വന്നത്? നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിനിലൊക്കെ എവിടാണ് കുറച്ചുകൂടി അവെയ്ക്കണിങ് ആവശ്യമായിരിക്കേണ്ടുന്നത്? Where do we need that ignite of God again? എവിടെ ആയിരിക്കണം ദൈവത്തിൻ്റെ ആ ഒരു തീ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടുന്നത്? Reinterpret your life. Look closely onto you to see where you need to read. രണ്ടാമതായിട്ട്, pursue the presence of Christ intentionally. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്റൻഷനലായിട്ട്, മനഃപൂർവമായിട്ട് അതിനെ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം. ഇവിടെ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ക്രിസ്തുവിൻ്റെ അവരുടെ നടുവിലുള്ള പ്രസൻസ് ആയിരുന്നു. Our life will change when Christ comes to our lives. നമുക്കറിയാം, our life can be completely transformed when Christ comes. Pursue the presence of Christ. മൂന്നാമതായിട്ടും, live as resurrection witness. ഈ ഒരു പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി പകൽക്കാലം ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവരോടും ഉള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കട്ടെ. പക്ഷെ നമ്മളുടെ എല്ലാം ഒരു കോമൺ ഐഡന്റിറ്റി is that we have Christ in us. നമ്മൾ ക്രിസ്തു വസിക്കുന്നത് കൊണ്ടും നാം ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ടും നാം അവൻ്റെ യഥാർത്ഥമായ സാക്ഷികളായി ഈ ജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കുമാറാണ്.